ഇല്ല. കാരണം നമ്മളുടെ മെമ്പേഴ്സ് ആരും ഇപ്പൊ ഇവിടെ ഇല്ല. എല്ലാവരും എത്തുമ്പോൾ ലേറ്റ് ആവും. അപ്പൊ അനുവാണ് നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞ വാക്ക് പാലിച്ച വ്യക്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് അയക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് എന്താണ് കൊറിയർ വഴി ഗിഫ്റ്റ് അയച്ച ഒരു വ്യക്തി. സോ എന്താണ് എന്താ വല്ലാതൊരു സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തതേ അല്ല. ഇന്നലത്തെ ലൈവിലാണ്, ഇന്നലത്തെ ഉച്ചയ്ക്കത്തെ ലൈവിലാണ് നമ്മളുടെ അഡ്രസ്സ് വാങ്ങുന്നത്. ഇന്നലത്തെ നോക്കുക, കൊറിയറിനാ നോക്കുക, സെപ്റ്റംബർ 2 കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ലൈവിൽ നിന്നാണ് നമ്മുടെ അഡ്രസ്സ് വാങ്ങുന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. എല്ലാവർക്കും എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. ബട്ട് എന്താണ് നമ്മളുടെ എല്ലാ മെമ്പേഴ്സും വരട്ടെ എന്ന്. എല്ലാ മെമ്പേഴ്സും ഗോകുലണ്ണൻ ചെന്നൈയിലാണ്, എപ്പോ എത്തുമെന്ന് അറിയത്തില്ല. അനു അയച്ചത് പന്നിപ്പടക്കം കൃഷ്ണക്കിട്ട് അറിയാൻ. എന്തോ ആയിക്കോട്ടെ നമ്മുടെ അടുത്ത് ലൈവിൽ വന്നിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേഴ്സൺസ് നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിട്ട് പോയവരുണ്ട്. പക്ഷെ പിന്നെ അവരെ കുറിച്ച് അറിവ് ഉണ്ടായിട്ടില്ല. പക്ഷെ പൊട്ടിക്കുന്നില്ല. എല്ലാവരും വന്നിട്ട് ഗിഫ്റ്റ് പൊട്ടിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ പൊട്ടിക്കുന്നില്ല. പറഞ്ഞല്ലോ, ചേട്ടൻ എത്തിക്കില്ല, ചേട്ടൻ എത്താൻ ലേറ്റ് ആവും. പിന്നെ ചെന്നൈയിലാണ് ഗോകുലണ്ണൻ. അപ്പൊ അത് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പല പല ഗസ് ആണ്. എല്ലാവർക്കും ഓരോരോ ഗസ് ഉണ്ട്. ഈ എണ്ണാണ് പോയി കൊറിയർ ഓഫീസിൽ നിന്ന് പോയി വാങ്ങിയത്. അഡ്രസ് ഇല്ലാത്ത പോയി അല്ലേ, ഞാനൊരു ഓണം ഗിഫ്റ്റ് അയക്കുമായിരുന്നു. ഓ, ഞങ്ങൾ ഇന്നലത്തെ ലൈവിനകത്ത് നമ്മൾ അഡ്രസ് വേണ്ട വേണ്ട പറയണോ? ഞങ്ങൾ ഇന്നലത്തെ ആ ലൈവിനകത്ത് നമ്മൾ അഡ്രസ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ഒരുപാട് സന്തോഷമുണ്ട്. നിശാന്തേ, നീ ഇത് കൊറിയർ ഓഫീസിലല്ലേ പോയത്? എവിടെ പോയി വാങ്ങിയത്? DTDC പോയി വാങ്ങി. DTDC പോയി വാങ്ങി, സാധനം കിട്ടി. എവിടെ അത്? സമ്മാനം ചെറുതായാലും വലുതായാലും സമ്മാനം തന്നെയാണ്. അഫ്കോഴ്സ് ഞങ്ങൾ ഒരിക്കലും തന്ന സമ്മാനത്തെ കുറച്ച് കണ്ടിട്ടില്ല ബ്രോ. അത് തരാനുള്ള മനസ്സ് കാണിച്ച ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്താണ് നിന്നത്. ഞങ്ങളെല്ലാരും ഞങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് അതിനും പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് അയക്കുന്നത്. ഒന്നടങ്ങി അല്ലു അണ്ണ ഇത് പൊക്കി പിടിച്ചോണ്ട് വരണ്ട, അവിടെ അടങ്ങിയിരിക്കും. അപ്പം അതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. എന്താണ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം മുമ്പും കുറെ പേര് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോയി പറഞ്ഞിട്ട് പോയതുകൊണ്ട് നമ്മൾ അധികം എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് എന്താ കിട്ടി, സാധനം ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല. വേണമെങ്കിൽ ഞങ്ങൾ ആ ബോക്സ് കാണിച്ചു തരാം. അനു ഫ്രാൻസിസ് അയച്ചു എന്ന ബോക്സ് കാണിച്ചു തരാം. ബട്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതാണ് അനു നമുക്ക് അയച്ചത്. തിരിച്ച് ഫ്രം അനു ഫ്രാൻസിസ്, കോട്ടയം സബ്സ്ക്രൈബർ. കണ്ടല്ലോ, പിന്നൊരു ഇത് ഇവിടെ എന്നല്ല ഹരി MB എന്നാണ് കേട്ടോ, എന്നല്ല കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. ബട്ട് എന്താ ഒരുപാട് സന്തോഷം. നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പൺ ചെയ്യും. പറഞ്ഞില്ലേ മെമ്പേഴ്സ്, ഞാനും ഇപ്പൊ ഈ എണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് കൊണ്ടുപോയി എടുത്തെടുത്ത് കൊണ്ടുപോയി ഇല്ല, സമ്മതിക്കത്തില്ല. ഞാൻ നിങ്ങളെ പറഞ്ഞതല്ല, ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞതാണ്. ഓക്കെ ബ്രോ. അനു ഫ്രാൻസിസ്, താങ്ക് യു ഫോർ യുവർ സർപ്രൈസ് ഓണം ഗിഫ്റ്റ്. അങ്ങനെ തന്നെ പറയണം അല്ലേ? ഓണം ഗിഫ്റ്റ് ആണ് ഞങ്ങൾ. എന്ത് തന്നെ ആയാലും അതില് എന്ത് സാധനം ആണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ ലൈവിലൂടെ മാത്രമേ നമ്മൾ തമ്മിലൊരു കോണ്ടാക്ട് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ ഒരു കോൾ ചെയ്തിട്ടില്ല.
ഒരു മെസ്സേജ് വേറൊരു